ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അഗൈൻ. അപ്പോൾ മിക്കവർക്കുള്ള ഡൗട്ടാണ് ലണ്ടനിൽ എങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത്. അതായത് ഞാനിവിടെ വന്നപ്പോഴും എനിക്കറിയത്തില്ലായിരുന്നു. എനിക്കൊരു ചേട്ടൻ പറഞ്ഞു തരുന്നത് അതായത് ഇവിടെ എങ്ങനെയാണ് ട്രാവൽ ചെയ്യണ കാര്യങ്ങൾ, നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തായിട്ട് എങ്ങനെ പോകേണ്ടതെന്ന്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ബൈ ദ വേ, ഞാൻ ആദ്യം തന്നെ പറയാം, ഞാനിപ്പോൾ നിൽക്കുന്നത് ലണ്ടനിലാണ്. അപ്പോൾ ലണ്ടനിൽ പൊതുവെ ഉള്ളത് ഓവർഗ്രൗണ്ടും അണ്ടർഗ്രൗണ്ടൊക്കെ ആയിട്ട് കുറേ ട്രെയിൻ ലൈക്ക് ട്യൂബ് എന്നാണ് പറയണത്. നിൽക്ക് ഗൈസ്, ഒരു കാര്യം കൂടി ഞാൻ പറയാൻ പറ്റുമോ. ഞാൻ ഇപ്പം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ ട്യൂബും അണ്ടർഗ്രൗണ്ടും അങ്ങനത്തെ കുറേ പരിപാടിയൊക്കെ ലണ്ടനിലെ കേസാണ്. ഇപ്പോൾ ഔട്ടർ ലണ്ടനിലായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് നാഷണൽ റെയിൽ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ നാഷണൽ റെയിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ട്യൂബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ബസ് പോലെ തന്നെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ സ്റ്റോപ്പ് ഉണ്ടാകും ഓരോ സ്ഥലത്തായിട്ട്. പക്ഷേ ഇതെന്ന് പറഞ്ഞത് ഡയറക്റ്റ് പോയി കുറച്ച് സ്റ്റോപ്പേ ഉള്ളൂ. പിന്നെ അത് കൂടാണ്ട് പിന്നെ ബസ് സർവീസ് എന്ന് പറയുന്നത് ഇപ്പോൾ ലണ്ടനിലുണ്ട്. നിങ്ങൾ പറഞ്ഞ മറ്റേ ചുമന്ന ബസ്സല്ലേ, ഡബിൾ ഡെക്കർ, അതായിരിക്കും. അത് റെഡ് കളറില്ല, പക്ഷെ ഔട്ടറിലായിട്ട് പോകുമ്പോൾ കളർ വ്യത്യാസം ഉണ്ടാവും. ലൈക്ക് പച്ച, മഞ്ഞ, നീല, പല ടൈപ്പ് ആയിരിക്കും. പക്ഷെ അതിന്റെ റേറ്റും വ്യത്യാസം ഉണ്ട്. ഈ ലണ്ടന്റെ ഉള്ളിലാണെങ്കിൽ ഏകദേശം എനിക്ക് തോന്നുന്നു 1.75 ആണ്. അത് 2 മണിക്കൂറത്തേക്ക് എത്ര ബസ് മാറി കയറിയാലും അത്ര ആവത്തുള്ളൂ. പക്ഷെ ഔട്ടറിലാണെങ്കിൽ 3 പൗണ്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചാർജ്. ഞാനിപ്പോൾ യൂണിയിൽ പോകുന്നത് 3 പൗണ്ട് കൊടുത്താണ് പോകുന്നത്. ലൈക്ക് ലണ്ടന്റെ ബോർഡർ വരെ എത്തി അവിടെ നിന്ന് ഞാൻ ബസ്സിനാണ് പോകണം. അപ്പോൾ അത് വ്യത്യാസമുണ്ട്. അപ്പം ഇതെങ്ങനെയാണ് നോക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ നാട്ടിലിപ്പോൾ ഒരു സ്ഥലത്തായിട്ട് പോകണമെങ്കിൽ നമുക്ക് വഴിയറിയാം. നമ്മൾ തന്നെയാണ് ഗൂഗിൾ മാപ്പ് നോക്കും. അതേപോലെ തന്നെ ഗൂഗിൾ മാപ്പ് എടുക്കുക. ഞാൻ എന്തായാലും ഈ സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ്. ഞാനിപ്പോൾ ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന സ്ഥലം വരെയും പോണത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കറക്റ്റ് എപ്പോഴൊക്കെയാണ് ബസ് ഉള്ളത്, എപ്പോഴൊക്കെയാണ് ട്യൂബ് ഉള്ളത്, എത്ര മണിക്ക് നിങ്ങൾ ആ ബസ് സ്റ്റോപ്പിൽ ചെന്നാൽ ഇന്ന മണിക്ക് ആ ബസ് വരും, ആ ബസ്സിൽ കയറാം, അങ്ങനെ പക്ക ഡീറ്റെയിൽസ് അറിയും. പിന്നെ ഇവിടുത്തെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ പറയണ കറക്റ്റ് ടൈമിന് ബസ്സും ട്രെയിനും വന്നിരിക്കും. ഇപ്പോൾ ഒരു 11:59 പറയണമെങ്കിൽ നിങ്ങളവിടെ 11 മണിക്ക് ചെന്നാൽ സാധനം പോവും, അത്രേ ഉള്ളൂ. അപ്പോൾ ഒരു പക്കയായിട്ടിരിക്കും. പിന്നെ എന്തെങ്കിലും ഒരു കാരണവശാൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ മാത്രമേ ലേറ്റ് ആണ്. ആ ഇഷ്യൂ മൊബൈലിൽ കാണിക്കും ഗൈസ്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഈ സെറ്റപ്പ് നമ്മുടെ നാട്ടിലും വന്നായിരുന്നു. എന്തോരം ബസ് കാറ്റ് നമ്മൾ നിന്നിട്ടുണ്ട്. എന്തായാലും ആട്ടെ. അപ്പോൾ നമുക്ക് എങ്ങനെ ട്രാവൽ ചെയ്യണമെന്ന് അപ്പോൾ നോക്കാം. ലണ്ടനിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഗൂഗിൾ മാപ്പ് പോലെ തന്നെ വേറൊരു ആപ്പുണ്ട്, സിറ്റി മാപ്പർ എന്ന് പറയും. സെയിം തന്നെയാണ് പരിപാടി. ബട്ട് ഇത് ഔട്ടർ ലണ്ടനിൽ വർക്ക് ചെയ്യത്തില്ല. ഇത് ലണ്ടന് വേണ്ടി മാത്രമായിട്ട് അവർ ഉണ്ടാക്കിയേക്കുന്ന ആപ്പാണ്. അപ്പോൾ സുഖപരിപാടി, എല്ലാ പരിപാടിയും അതിനകത്ത് കാണിക്കും. ഇപ്പോൾ നടക്കേണ്ടതും ജസ്റ്റ് ഒരു സൈക്കിളിന് പോലെ ഊബറിന്റെ വരെ സർവീസിന്റെ പരിപാടി വരെ അതിനകത്തുണ്ട്. അപ്പോൾ അത് ലണ്ടനിലുള്ളവർക്ക് മാത്രമേ യൂസ് ചെയ്യണം. എന്തായാലും ഞാൻ കോമൺ ആയിട്ട് ഞാൻ ഗൂഗിൾ മാപ്പിൽ കാണിച്ചുതരാം എങ്ങനെയാണ്. ഞാനിപ്പോൾ ഒരു സ്ഥലം എടുക്കുകയാണ്. എവിടെയാണ് ഞാൻ ഇവിടുത്തെ ഒരു സ്ഥലത്തിന് വരാം, കാനറി വാർഫ്. അവിടെ നിന്ന് എനിക്ക് എങ്ങോട്ട് പോകണം? ലണ്ടൻ ബ്രിഡ്ജ് അല്ല, സോറി, ലണ്ടൻ ബ്രിഡ്ജിന് ഇപ്പോൾ മനസ്സിലായിട്ട് തന്നെ മറ്റേ ബ്രിഡ്ജ്, അത് ശരിക്കും പറഞ്ഞാൽ ടവർ ബ്രിഡ്ജാണ്. അപ്പോൾ നമുക്ക് ടവർ ബ്രിഡ്ജ് ഇത് കൊടുക്കാം, എൻഡ് കൊടുക്കാം. അപ്പോൾ ഇത് കൊടുക്കുമ്പോൾ തന്നെ കണ്ടില്ലേ, ഇത് ഇപ്പോൾ കറക്റ്റ് കാണിക്കുന്നത് ഇന്ന ടൈമിൽ ഇന്നൊരു ഇതുണ്ട്, സർവീസ് ഉണ്ട്. അതായത് ഇന്ന സ്റ്റേഷനിൽ നിന്ന് കയറി ഇവിടെ പോയി ഇറങ്ങുക. കറക്റ്റ് കാര്യങ്ങളുണ്ട്. എത്ര മണിക്കാണ് അവിടെ എത്തണം എന്ന് വരെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന മണിക്ക് ഇവിടെ നിന്ന് നമ്മൾ കയറുവാണെങ്കിൽ ആ കറക്റ്റ് ടൈമിന് ഇതാക്കാൻ പറ്റും. പിന്നെ അറൈവ് നമുക്കിപ്പോൾ നാളെയാണ് പോകേണ്ടതെന്ന് വെച്ചോ. അപ്പോൾ നാളെയാണ് പോകണമെങ്കിൽ അറ്റത്ത് തന്നെ വേറെ പരിപാടി ഉണ്ട്. ലൈക്ക് ഇവിടെ അറൈവും കൊടുക്കാം. നമുക്കിപ്പോൾ നാളെ ടുമോറോ ആണെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. അങ്ങനെ പക്ക ടൈം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ടൈമിനുള്ള വണ്ടി വരെയും കാണിക്കും. അത് കറക്റ്റാണ് ഗൈസ്. അത് ആ ടൈമിൽ നിങ്ങളവിടെ ചെന്ന് ആ വണ്ടി അവിടെ വരും എന്താണേലും. അപ്പം ഇങ്ങനത്തെ കുറേ ഉപകാരങ്ങളുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ട്യൂബിൽ ട്രാവൽ ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഓക്കെ, ബാ. അപ്പോൾ ലണ്ടനിൽ ട്രാവൽ ചെയ്യാൻ നിങ്ങൾക്ക് ആദ്യം വേണ്ട കാർഡാണ് ഓയിസ്റ്റർ കാർഡ്. ഓയിസ്റ്റർ കാർഡ് ഇല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ബാങ്ക് കാർഡ്. ഓക്കെ, അപ്പോൾ നമ്മളിതിപ്പോൾ കയറാൻ പോകുന്നത് അണ്ടർഗ്രൗണ്ടിലോട്ടാണ്. കണ്ടില്ലേ ആ ചുമന്ന ബോർഡിൽ, സോറി വെള്ള ബോർഡിൽ ചുമന്ന സർക്കിൾ വെച്ചാൽ. അപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിലോട്ട് പോകണമെങ്കിൽ എനിക്ക് DLR ആണ് പിടിക്കേണ്ടത്. ഇപ്പോൾ ഈ അണ്ടർഗ്രൗണ്ടിൽ മിക്ക ട്രെയിനും ഉണ്ട്. അതായത് ഇവിടുത്തെ അണ്ടർഗ്രൗണ്ടിൽ കുറേ ഇതുണ്ട്, എന്ന് വെച്ചാൽ അവർ കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ DLR എന്ന് പറയുന്നത് അതൊരു ഓവർഗ്രൗണ്ട് ട്രെയിനാണ്. പിന്നെ അത് കൂടാണ്ട് ഇപ്പോൾ നിങ്ങളുടെ സ്ഥലത്തായിട്ട് ഏത് ട്യൂബാണെന്ന് പറയാൻ പറ്റില്ല. അതായത് ഇപ്പോൾ നോർത്ത് പോണ കുറച്ച് ട്യൂബിലേക്ക് വരും, നോർത്തേൺ ലൈൻ. പിന്നെ വെസ്റ്റ് പോണത് വേറെ, അങ്ങനെ കുറേ ട്യൂബായിട്ട് ഇങ്ങനെ തിരിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ അതിൻ്റെ പേരൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അത് കണ്ടില്ല, ഇവിടെ എല്ലാത്തിൻ്റെയും ബോർഡിൽ അവർ എഴുതി വെച്ചിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ വലിയൊരു പ്ലാറ്റ്ഫോം ആട്ടോ. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ലെഫ്റ്റ് പിടിച്ചാൽ വേറെ സ്ഥലത്തായിട്ട്, റൈറ്റ് പിടിച്ചാൽ വേറെ സ്ഥലത്തായിട്ട്, കണ്ടില്ല അവിടെ എഴുതി വെച്ചേക്കണം. അപ്പോൾ നമുക്ക് ഈ സാധനത്തിന് ഉള്ളിലായിട്ട് കയറേണ്ടത്. ഈ സാധനത്തിന് ഉള്ളിലായിട്ട് കയറണമെങ്കിൽ അവിടെ നിങ്ങൾ ഓയിസ്റ്റർ ടാപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ബൈ ദ വേ, ഇതാട്ടോ ഓയിസ്റ്റർ റീചാർജ് ഒക്കെ ചെയ്യണ സംഭവം. ഇല്ല, മഞ്ഞ സാധനത്തിലായിട്ട് നമ്മൾ ഓയിസ്റ്റർ അങ്ങ് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ബാലൻസും കാര്യമൊക്കെ കാട്ടും. ഇപ്പോൾ എൻ്റെ 4.30 ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ടോപ്പ് അപ്പ് ഒക്കെ ചെയ്യണമെങ്കിൽ ഇവിടെ എത്രയാണെന്ന് വെച്ചാൽ കൊടുക്കുക, നമ്മുടെ ബാങ്ക് കാർഡ് ഇടുക, റീചാർജ് ചെയ്യുക. അങ്ങനെ നമുക്ക് അകത്തേട്ട് പോകാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറുകയാണെങ്കിൽ ഇവിടെ കാണാൻ അങ്ങോട്ട് നമ്മുടെ കാർഡ് വെക്കുക, നേരെ തുറന്ന്. അത്രയേ ഉള്ളൂ ഗൈസ്, സിമ്പിൾ. ബൈ ദ വേ, ഇപ്പോൾ ഞാൻ വെച്ച് ഓയിസ്റ്ററാണ്. നിങ്ങളുടെ ബാങ്ക് കാർഡ് ഉണ്ടെങ്കിൽ അത് വെച്ചാലും തുറക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്തായിട്ട് കയറണമെങ്കിൽ നമുക്ക് നമ്മുടെ പോകേണ്ട സ്ഥലത്തായിട്ട് പോകാം. നമുക്കതിൻ്റെ പ്ലാറ്റ്ഫോം കണ്ടുപിടിക്കണം. ഇതൊരു പ്ലാറ്റ്ഫോം ആട്ടോ ഗൈസ്. നമുക്ക് ലെഫ്റ്റാണ് പോകേണ്ടത്. ഇവിടെ നിന്നാലും ട്രെയിൻ വരും, അത് വേറെ സ്ഥലത്തേക്കാണ്. നമുക്ക് കൊണ്ടല്ല അത് DLR.
അതുപോലെ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മുടെ ആ ഓയിസ്റ്റർ കാർഡില്ലേ, അത് നിങ്ങൾക്ക് ഇവിടെ ഓഫീസർമാരോട് ചോദിച്ചാൽ അവർ ആ ഓഫീസിൽ നിന്ന് സെറ്റാക്കി തരും. അല്ലെന്നുണ്ടെങ്കിൽ ഓഫ് ലൈസൻസ് ഏതെങ്കിലും ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് മേടിക്കാൻ തന്നെ. ഞാൻ മേടിച്ചതെന്ന് വെച്ചാൽ ഏകദേശം 4 പൗണ്ടോ അത് കഴിഞ്ഞ ഇയർ ആയിരുന്നു മേടിച്ചത്. എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ക്യാഷ് ഉണ്ടെങ്കിൽ ക്യാഷ് വഴി കടയിലൊക്കെ ടോപ്പ് ചെയ്ത് തരും. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ കാണിച്ചില്ല, ATM മെഷീനിൽ വെക്കുക, പരിപാടി നടത്തുക. അപ്പോൾ നമുക്ക് പോകേണ്ട പ്ലാറ്റ്ഫോം ഇതാണല്ലോ, അവിടെ കാണിക്കാനുണ്ട് 1 മിനിറ്റിനുള്ളിൽ വരുമെന്ന്. ഈ 1 മിനിറ്റിനുള്ളിൽ വരും എന്ന് പറഞ്ഞാൽ അത് വന്നിരിക്കും. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ അവർ പക്കായിട്ട് കറക്റ്റ് ടൈമിന് വരും. ഇതേ കണ്ട സാധനം എത്തി. ഇനി ഒന്നും നോക്കണ്ട, അതിൻ്റെ ഉള്ളിലായിട്ട് കയറാം. ആൾക്കാരൊക്കെ വെയിറ്റ് ചെയ്യുകയാണ്. ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ വരെ ബസ്സിലൊക്കെ കയറുന്ന പോലെ കൂതറ കളിച്ചൊന്നും ചാടി കയറി എല്ലാവരും തള്ളിയിട്ടൊന്നും കയറത്തു കേട്ടോ. അവരാൾ എറി പറഞ്ഞു തരും, ക്യൂ വലിച്ച് കയറുക. ഓക്കെ, കണ്ടില്ലേ, ഞാൻ പുള്ളീനെ തള്ളാൻ വന്നില്ല. അപ്പോൾ ഇത് ആരെങ്കിലും ഇറങ്ങാനുണ്ടെങ്കിൽ പാസഞ്ചർ ഇറങ്ങിയിട്ടാട്ടോ കയറാവുള്ളൂ. ഇപ്പോൾ അതിനോട് ആരും ഇല്ലായിരുന്നു, അത് കാരണമാണ്. പിന്നെ നമ്മൾ ട്രെയിനിൻ്റെ ഉള്ളിൽ കയറുകയാണെങ്കിൽ നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്, ഈ ട്രെയിൻ പോകണ ഏത് റൂട്ടാണെന്നൊക്കെ പക്കായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ ഡൗട്ടൊന്നും അടിച്ച് പണ്ടാരടങ്ങണ്ട, എവിടെ പോകണമെന്ന് വെച്ചാൽ നോക്കുക. അത് എത്ര സ്റ്റോപ്പാണെന്ന് അതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ മൊബൈലിൽ നോക്കാം. ഞാൻ ആദ്യമേ ആ പറഞ്ഞ ആപ്പ് വഴിയൊക്കെ നോക്കിയാൽ കറക്റ്റ് പറഞ്ഞുതരും. അത് നമ്മൾ ഓരോ സ്റ്റോപ്പ് എത്തും തോറും ആ ഇതിനകത്ത് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. അത്രേ ഉള്ളൂ ഗൈസ്, സിമ്പിൾ. കേട്ടില്ലേ, പയ്യന്മാരൊക്കെ ചില്ലിങ്ങിലാണ്. അങ്ങനെ ഗൈസ് നമ്മുടെ സ്ഥലത്തെത്തി. ഇതിവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മറ്റേ പ്ലാറ്റ്ഫോം ആയിരുന്നു, ടാപ്പ് ചെയ്ത് തുറക്കുമ്പോഴായിരുന്നു നമ്മൾ ആദ്യമായിട്ട് പോകണം. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ ഓപ്പൺ സ്പേസിൽ ഇപ്പോൾ നിങ്ങൾ ആ സാധനം കണ്ടില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരെ അങ്ങ് ചാടിക്കയറി അങ്ങ് പോകാൻ നിൽക്കരുത്. പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കാർഡിൽ നിന്ന് അവന്മാരെ എമൗണ്ട് വലിക്കും, ഫുൾ ചാർജ് എടുക്കും. അതെന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലായിരിക്കും. നിങ്ങൾക്ക് ആ ചെറിയൊരു മിഷൻ എവിടെയാണെങ്കിലും സൈഡിൽ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അവിടെ ടാപ്പ് ചെയ്യുക, പുറത്തേട്ട് പോകുക. അതൊക്കെ ട്യൂബിൽ ട്രാവൽ ചെയ്യണം എങ്ങനെയാണെന്നൊരു ഐഡിയ ഇട്ടില്ല. ഇതേപോലെ സിമിലർ ടൈപ്പ് തന്നെയാണ് ബസ്സിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രണ്ട് പോർഷനിലേക്ക് കയറുമ്പോൾ തന്നെ അവിടെ ഒരു ഡ്രൈവർ ഉണ്ടാവും. ഡ്രൈവർ ടിക്കറ്റ് എന്നൊന്നും ചോദിക്കത്തില്ല. അവിടെ തന്നെ ഈ മഞ്ഞ കളറിലൊരു സാധനം ഉണ്ടാവും. നിങ്ങളുടെ കയ്യിൽ ഓയിസ്റ്ററോ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡോ ഉണ്ടെങ്കിൽ അവിടെ ടാപ്പ് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ ഫോൺ, ഇപ്പം രണ്ടും മറന്നെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു കാര്യം. നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾ പറ്റുവാണെങ്കിൽ കയ്യിൽ വല്ല കാശ് ഉണ്ടെങ്കിൽ നിങ്ങൾ NFC സപ്പോർട്ടർ ആയിട്ടുള്ള ഒരു ഫോൺ മേടിക്കുക. സുഖമായിരിക്കും. മിക്കപ്പോഴും ഞാൻ മറന്നു പോകാറുണ്ട് കാർഡൊക്കെ എടുക്കുക. അപ്പോൾ ഫോൺ വെക്കുകയാണെങ്കിൽ ക്ലിം ക്ലിം, അത്രേ ഉള്ളൂ, പരിപാടി അവിടെ കഴിക്കും. ഓക്കെ, വേറെ ലണ്ടനിലെ ബസ്സിലാണെങ്കിൽ കാർഡ് മാത്രമേ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. ബട്ട് ഔട്ടർ ലണ്ടനിലേക്ക് ബസ്സിലാണെങ്കിൽ അവർ കാർഡും ക്യാഷും അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ അത് നോക്കുക. ഇപ്പോൾ ലണ്ടനിലെ ബസ്സിൽ കയറി നിങ്ങൾ ക്യാഷ് അങ്ങ് വീശാൻ നിന്ന് കഴിഞ്ഞാൽ പുള്ളി പറയും നടക്കത്തില്ല, ഇറങ്ങിക്കോളാൻ പറയും. ഓക്കെ, അത് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എന്തായാലും ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ഇങ്ങോട്ട് വരാൻ നേരത്തെ ഞാൻ കുറെ വീഡിയോ ഒക്കെ നോക്കിയായിരുന്നു. എനിക്ക് പക്കായിട്ടൊരു വീഡിയോ കിട്ടിയില്ല. എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ട്രാവൽ ചെയ്യും. എന്ന് വെച്ചാൽ ഈ ട്രാവൽ മാത്രമായിട്ട് അവർ ഒരു പ്രയോറിറ്റൈസ് കൊടുത്തിട്ട് പറയുന്ന ഒരു സാധനം ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ മെയിനായിട്ട് ഈ വീഡിയോ ഇടാനുള്ള കാരണം. ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ എനിക്കും കുറെ ബുദ്ധിമുട്ടുണ്ടായി. ഞാൻ വേറൊരു ചേട്ടനോട് ചോദിച്ചാണ് കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. അപ്പോൾ പുള്ളിയാണ് എനിക്ക് പറഞ്ഞത്. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഇത് ഇങ്ങനെ ഒരു വീഡിയോ യൂട്യൂബിൽ ഉണ്ടായിരുന്ന പലർക്കും കുറെ ഉപകാരപ്പെട്ടേനെ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാനുള്ള കാരണം. അപ്പോൾ കണ്ടവർക്കൊക്കെ നന്ദി. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മളെ ഏറി കയറ്റുക. അപ്പോൾ ശരി ഗൈസ്, ബൈ.